നമസ്കാരം. ഇറാൻ യുദ്ധം ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് താളം തെറ്റിയത്. ഇന്ത്യയുടെ ഊർജ സുരക്ഷ തന്നെ വൻ വെല്ലുവിളിയാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതും. LPG വിതരണത്തിൽ പ്രതിസന്ധി വന്നത് ഇന്ത്യൻ അടുക്കളകളെ ദോഷകരമായി ബാധിച്ചു. ഇന്ത്യയിലെ ഹോട്ടൽ വ്യവസായം തന്നെ പ്രതിസന്ധിയിലായി. ഇപ്പോൾ LPG വിലവർധനവ് ഉണ്ടാകുമെന്ന സൂചനകളാണ് വരുന്നത്. ഗൾഫിൽ നിന്നുള്ള വിതരണത്തിന് നിയന്ത്രണം വന്നതോടെ ഇന്ത്യയിലെ എണ്ണ കമ്പനികളും പ്രതിസന്ധിയിലാണ്. പാചകവാതക വില കുത്തനെ ഉയരുമോ, വിതരണത്തിൽ നിയന്ത്രണം വരുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. മെയ് 1-ാം തീയതി മുതൽ LPG വിലയിൽ പുതിയ പരിഷ്കരണം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഗാർഹിക സിലിണ്ടറുകളുടെ LPG സിലിണ്ടറിന്റെ വില 60 രൂപ വർദ്ധിപ്പിച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ ഇതിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് എണ്ണ കമ്പനികളാണ് ഓരോ മാസവും വില നിശ്ചയിക്കുന്നത്. പാചകവാതക വില ഉയരും എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ. ഇത് രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. ഇന്ത്യയിലെ 3 പ്രധാന എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത, നിയമവിരുദ്ധമായ വഴി തിരിച്ചുവിടൽ എന്നിവ തടയുന്നതിനായി പുതിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയും ആവശ്യകതയും പരിഗണിച്ചാണ് എണ്ണ കമ്പനികൾ ഓരോ മാസവും വില നിശ്ചയിക്കുന്നതെങ്കിലും പുതിയ വിലവർധനവ് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. നിലവിൽ രാജ്യത്ത് പാചകവാതക ക്ഷാമമില്ലെന്ന് അധികൃതർ അവകാശപ്പെടുമ്പോഴും സിലിണ്ടറുകൾ വ്യാപകമായി കരിഞ്ചന്തയിലേക്ക് വഴിതിരിച്ച് വിടുന്നത് തടയാൻ സർക്കാർ കർശനമായ നടപടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നിലവിൽ രാജ്യത്ത് പാചകവാതക ക്ഷാമമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പുതിയ ഗ്യാസ് കണക്ഷൻ നൽകുന്നത് താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള കാലയളവിൽ നിയന്ത്രണം വന്നേക്കും. ഇതനുസരിച്ച് നഗരപ്രദേശങ്ങളിൽ 2 സിലിണ്ടറുകൾക്കിടയിൽ 25 ദിവസവും ഗ്രാമീണ മേഖലയിൽ 45 ദിവസവും ഇടവേള പാലിക്കേണ്ടി വരും. വിപണിയിലെ ക്ഷാമം ഒഴിവാക്കാനാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. തട്ടിപ്പുകൾ തടയുന്നതിനായി ഡെലിവറി ഓതന്റിഫിക്കേഷൻ കോഡ് എന്ന പുതിയ സംവിധാനം ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ഓരോ തവണ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോഴും ഉപഭോക്താവിന്റെ ഫോണിലേക്ക് ഒരു കോഡ് വരും. സിലിണ്ടർ കൈമാറുന്ന സമയത്ത് ഈ കോഡ് നൽകണം. നിലവിൽ രാജ്യത്തെ 90% വിതരണവും ഈ സംവിധാനം വഴിയാണ് നടക്കുന്നത്. ഉപഭോക്താക്കൾക്ക് IVRS കോളുകൾ, SMS അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവ വഴി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ബുക്കിംഗ് സ്ഥിരീകരിച്ചാലുടൻ വാട്സാപ്പ്, ഇമെയിൽ എന്നിവ വഴിയും DAC ലഭ്യമാകും. LPGയിൽ എന്താണ് കേന്ദ്ര നടപടി എന്നാണ് ഇനി അറിയാനുള്ളത്.